മനസ്സിലാവുള്ളൂ. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി നീ ഒരു ഇവിടുത്തെ കഞ്ചാവടിക്കാരൻ എന്തിയേ എന്ന് ചോദിക്കരുത്. അവനോട് എനിക്ക് അത്യധികമായ സ്നേഹമാണ് തോന്നി. ഒരു തെറ്റ് പറ്റി പൊറുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ വേടൻ എന്നൊരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താ, എനിക്കൊരു തെറ്റ് പറ്റി, എല്ലാവരും മാപ്പാക്കണം, ഞാനതിനെ തിരുത്തും. അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾ ഏറ്റവും നല്ലവനാണ് എന്നാണ്. അയാൾ ഏറ്റവും നല്ലവനാണ്. കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കിയത്തോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോ ഉള്ള അവൻ്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് എനിക്ക് ടി വിയിൽ കണ്ടിട്ടുള്ള പരിചയം, എനിക്ക് നേരിട്ട് പരിചയമൊന്നുള്ള ആളല്ല. ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷയും ആ കുട്ടിയുടെ ഒരു മനസ്സിൻ്റെ ഒരു രീതികളും കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി. അവൻ്റെ ജീവിതത്തിൽ അവനൊരു അബദ്ധം പറ്റി, ആ അബദ്ധത്തെ ശ്രമിക്കാനും അത് തിരുത്താനും അവനൊരു അവസരമുണ്ട്. ഒരബദ്ധം പറ്റിപ്പോയി, ഇനി നീ ഒരു ഇവിടുത്തെ കഞ്ചാവടിക്കാരൻ എന്തിയേ എന്ന് ചോദിക്കരുത്. ഒരബദ്ധം നമ്മൾ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ല. അധ്യാപകനെ ലഹരി അടിച്ചുകൊണ്ട് നല്ല ചീത്ത പറയാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറയാണ് അധ്യാപകനെ ചീത്ത വിളിച്ച് അവനെ ചേർത്ത് നിർത്തും. അവനെ ചേർത്ത് നിർത്തുന്നില്ല, അവനെ ശാസിച്ച് മര്യാദയ്ക്ക് നിർത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതിനൊന്നും ഞാൻ യോജിക്കും. ഞാനൊരു പിന്തിരിപ്പൻ നാട്ടിൻപുറത്തുകാരനാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ സ്നേഹത്തോടൊരു സമീപനം വേണം, അവരുടെ മേലൊരു നോട്ടം വേണം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനൊരു അബദ്ധം പറ്റിയാൽ പോലും അവരെ അറിയിക്കുക. അവർ നിങ്ങളുടെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാൻ വരുന്നതല്ല, അവർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കും. ഷൈൻ ടോം ചാക്കോ എന്ന സിനിമാ നടൻ ലഹരിക്ക് അടിമയാണ്, എനിക്ക് മോചനം വേണമെന്ന് ആവശ്യപ്പോൾ അയാളെ ലഹരി മോചന കേന്ദ്രത്തിൽ എത്തിയത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എത്തിച്ചത്. അല്ല, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ലഹരി കഴിക്കുന്നവരെ എല്ലാം തൂക്കിക്കൊല്ലാൻ വരുന്ന ആളല്ല. അയാളുടെ തെറ്റ് തിരുത്താനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നു പറയുമ്പോൾ അയാളെ അപ്പോൾ തന്നെ ആ രാത്രിയിൽ തന്നെ ഒരു ലഹരി മോചന കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ആ ചികിത്സ കൊടുക്കാനാണ് എക്സൈസ് വകുപ്പ് ശ്രമിച്ചത്. അത് മാതൃകാപരമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിലൊരു കുഞ്ഞിനൊരു അബദ്ധം പറ്റി, അത് വിളിച്ചു പറഞ്ഞാൽ ഗുണമെന്നറിയാം. ഈ കൊടുത്തവൻ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനെങ്കിലും നമുക്ക് പറ്റും. എൻ്റെ കുഞ്ഞിന് അബദ്ധം പറ്റി, അങ്ങ് ചവിട്ടിത്താത്ത് ഒളിച്ചു വെച്ചേക്കാം. ഒന്നും ഒളിച്ചു വെക്കേണ്ടതല്ല. സത്യം പറഞ്ഞതുകൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. എൻ്റെ ജീവിതത്തിൽ സത്യം വിളിച്ചു പറഞ്ഞിട്ടാണ്. അപ്പോൾ പലരും വിചാരിച്ചു അവൻ സത്യം പറഞ്ഞവൻ്റെ കാറ്റ് പോയെന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ഒരു കാര്യം, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചാൽ ലോകം അതിനോട് പൊറുക്കും. അത് ഈ വേടൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അയാളോട് ഒരാൾക്കും ഒരു വിദ്വേഷവും തോന്നുന്നില്ല, സ്നേഹമാണത്. എനിക്ക് ആ കുട്ടിയോട് ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവനോട് എനിക്ക് അത്യധികമായ സ്നേഹമാണ് തോന്നി. കൊച്ചുകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയ വാത്സല്യമാണ് തോന്നി. അതുകൊണ്ട് നമ്മൾ ഒളിച്ചു വയ്ക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കരുത്. പോലീസിനെ ആണെങ്കിൽ എക്സൈസിനാണ് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം.